റിയലിസ്റ്റിക് ട്രാവലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എൻ്റെ നാട്ടിൽ തന്നെയാണ് ഉള്ളത്. എൻ്റെ സ്വദേശം തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്ത് തനതായ ഒരു BTC യാത്ര എന്ന് പറയുന്നത് സിറ്റി റൈഡാണ്. മുൻപ് പഴയ ഒരു അപ്പർ ഡക്ക് ഉള്ള ബസ് ഉണ്ടായിരുന്നു, നല്ല പഴക്കം ചെന്ന ബസ്. അത് ഇപ്പോൾ മാറിയിട്ട് നല്ലൊരു ഇലക്ട്രിക് ബസ് വന്നു. 2 ഇലക്ട്രിക് ബസ്സുകളാണ് വന്നത്. ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ബസ് സജ്ജീകരിച്ചിരിക്കുന്നത്. അതായത് സാധാരണ എൻ്റെ KSRTC നിയോ എന്ന് പറഞ്ഞ ആപ്പിൽ നമുക്കിഷ്ടമുള്ള സീറ്റ് ബുക്ക് ചെയ്ത് പോകാൻ കഴിയും. സിറ്റി റൈഡാണ്. അവർ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ഈ ബസ്സിൽ യാത്ര ചെയ്യുന്നത്. കുറേ നാളായി തുടങ്ങിയിട്ട്, ഞാൻ 2 വർഷത്തോളം കഴിഞ്ഞ് ലോക്ക്ഡൗണിന് ശേഷം നമ്മൾ തുടങ്ങിയ ഒരു യാത്രയായിരുന്നു. അപ്പം ഇന്നായിരുന്നു സമയം കിട്ടിയത്. ഓഗസ്റ്റ് മാസമാണ്. വയനാടിൻ്റെ ദുരന്തമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഞാനും കുറേ യാത്രകളൊക്കെ നിർത്തി വെച്ചിരുന്നു. അപ്പം ഒന്ന് റിലാക്സ് ചെയ്യാൻ 1.25 മണിക്കൂറാണ് യാത്ര പറഞ്ഞിരിക്കുന്നത്. മുൻപത്തെ പഴയ ബസ്സിൽ, അതായത് പഴയ ബസ് ഉള്ളപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ നിർത്തി വെയിറ്റ് ചെയ്തൊക്കെ വരുന്നൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ലെന്ന് പറയണത്. നിർത്തുകയൊന്നുമില്ല, കണ്ടിന്യൂലി റൈഡാണ്. നമുക്ക് സ്ഥലങ്ങൾ കണ്ടു പോകാൻ പറ്റും. അങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരു യാത്ര തന്നെ എന്ന് പറയാം. ഇവിടെ ഒരുപാട് പേർക്ക് ഈ തിരുവനന്തപുരത്ത് നിന്ന് പുറത്തുനിന്ന് വരുന്നവരാണ് വരുന്നത്. ഇത് നമ്മുടെ സ്വന്തം സെക്രട്ടേറിയറ്റ് ആണ് കാണുന്നത്. സെക്രട്ടേറിയറ്റിൽ ഫുള്ള് മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് സമരക്കാരൊക്കെ ഉള്ള ഒരു പ്രദേശമായിരുന്നു. പക്ഷേ ഇപ്പോഴ് ഞായറാഴ്ച ആയതുകൊണ്ട് വളരെ തിരക്ക് കുറഞ്ഞിട്ടുള്ള ഒരു സമയമാണ്. വളരെ മനോഹരമായിട്ട് ഇത് കാണാൻ പറ്റും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ തന്നെ ഒരു പ്രത്യേകത ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു 5 അടി ഉയരത്തിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് സ്വദേശിയായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നല്ലൊരു വ്യൂ കാണണമെങ്കിൽ നിങ്ങൾ ഈ പ്രദേശത്തൂടെയൊക്കെ ബൈക്കിലോ കാറിലോ ഒരുപാട് തവണ യാത്ര ചെയ്തായിരിക്കും. പക്ഷെ നിങ്ങൾ ഈ അപ്പർ ഡക്കുള്ള, ഈ ഓപ്പൺ റൂഫായിട്ടുള്ള, റൂഫില്ലാത്ത ഈ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഉള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് വളരെ അടിപൊളിയാണ്. ഞാൻ നേരിട്ട് കാണുന്നത് എനിക്ക് അങ്ങനെ അത്ര ചിത്രീകരിച്ച് നിങ്ങളിൽ എത്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു തോന്നലാണുള്ളത്. എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ അതിനെ ചിത്രീകരിച്ച് നിങ്ങൾക്ക് എത്തിക്കാൻ നോക്കിയാണ്. ഇതിനാണ് പോലീസ് സ്റ്റേഡിയം എന്ന് പറയുന്ന ഭാഗത്തായി കേരള നിയമസഭാ മന്ദിരം. ഇതൊക്കെ ഞാൻ എൻ്റെ ഓഫീസ് യൂസിന് വേണ്ടി ഞാൻ ഇതിന്റെ അടുത്ത് വികാസ് ഭവനുണ്ട്, ഡെയിലി വരുന്ന സ്ഥലമാണ്. പക്ഷെ ഇങ്ങനത്തെ ഒരു വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ അടിപൊളിയാണ്. ഒരു ഒരു 5 അടി ഉയരം എന്ന് തന്നെ പറയാം. വികാസ് ഭവനിന്റെ ഇടയ്ക്കാണ്. ഇതൊരു ഹനുമാൻ ക്ഷേത്രമാണ്. അതിന് തൊട്ടടുത്തായിട്ട് നമ്മളെ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം ഉണ്ട് വലതുവശത്ത്. ഇത് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം. നമ്മളുടെ നാഷണൽ ഗെയിംസ് ഒക്കെ അവിടെ നടന്നത്. ഇതെന്ന് പറയുന്നത് LMS കോമ്പൗണ്ടിന്റെ അവിടെയുള്ള ഒരു പഴയ പുരാതനമായിട്ടുള്ള ഒരു പള്ളിയാണ്. കോർപ്പറേഷൻ ഓഫീസിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. ഫുള്ള് കരിങ്കൽ നിർമ്മിതിയാണത്. പുരാതനമായിട്ടുള്ള സ്ഥലമാണ്. ഇതാണ് പാളയം ജംഗ്ഷനിലേക്ക് പോകുന്ന വഴിയാണ്. വലത്തോട്ട് പോയ പാളയം ജംഗ്ഷൻ. ആ, എന്താ പറയാ, വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് ഷൂട്ടിംഗ് ലൊക്കേഷൻ ആവുന്ന ഒരു പ്രദേശമാണ് ഈ പള്ളിയുടെ മുൻഭാഗവും ഈ പാളയം ജംഗ്ഷനൊക്കെ. ഒരുപാട് വെഡിങ്, പ്രീ വെഡിങ്, പോസ്റ്റ് വെഡിങ് സ്ഥലങ്ങളൊക്കെ ആവുന്നതാണ്. നമ്മുടെ കോർപ്പറേഷൻ അല്ലെങ്കിൽ നഗരസഭാ കാര്യാലയം എന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരസഭാ കാര്യാലയം. തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് മ്യൂസിയം, സൂ കവാടങ്ങളാണ്. രാവിലെകളിലൊക്കെ ഓടുന്നതിനും വാക്ക് ചെയ്യാനൊക്കെ വേണ്ടി ആൾക്കാർ ഇവിടെ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് നല്ല മനോഹരമായിട്ടുള്ള ഗാർഡനും ഇരിപ്പിടങ്ങളൊക്കെ ഉള്ള തിരുവനന്തപുരത്ത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഉദ്യാനം എന്ന് തന്നെ പറയാം. തൊട്ടടുത്തായിട്ട് തന്നെ കനകക്കുന്നുണ്ട്. എന്താ പറയാ, ഇതെന്ന് പറയുന്നത് ഒരു രാജവീതിയാണ്. നമ്മളിപ്പം പോകുന്നത് കവടിയാർ പാലസിലേക്കാണ് പോകുന്നത്. തിരുവനന്തപുരത്ത് തിരുവിതാംകൂറിൽ രാജാക്കന്മാർ ഇപ്പോഴും, അല്ലെങ്കിൽ അവരുടെ രാജവംശം ഇപ്പോഴും ഉപയോഗിക്കുന്ന വീടിരിക്കുന്ന അങ്ങോട്ടാണ് പോകുന്നത്. ഈ വലതുവശത്ത് കാണുന്നതാണ് രാജ്ഭവൻ. രാജ്ഭവനില് എനിക്ക് പണ്ടേ തോന്നിയിട്ടുണ്ട്, ഇത്ര ഹൈറ്റിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതെങ്കിലും രാജ്ഭവന്റെ കാഴ്ചകൾ കാണാൻ കഴിയില്ല. അതിന്റെ ഫ്രണ്ടിൽ ഒരു മൺകൂന വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അപ്പുറത്തെ കാഴ്ചകൾ കാണാൻ കഴിയാത്ത രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. വളരെ സ്ഥിരം പണ്ടൊക്കെ ബസ്സിൽ പോകുമ്പോൾ കാണുന്ന ഒരു ഫീലാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അമ്മയുടെ കൂടെയൊക്കെ ബസ് സ്ഥിരം പണ്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ ഇരുന്ന് കാണാൻ കഴിയുന്നത്. തൊട്ടടുത്തുള്ളത് ഏറ്റവും അൺലക്കി ബംഗ്ലാവ് എന്ന് പറയുന്ന മന്ദിരമാണ്. മൻമോഹൻ ബംഗ്ലാവ് എന്നാണ് പറയുന്നത്. ഇവിടെ തന്നെയാണ് RBIയുടെ ക്വാർട്ടേഴ്സുകളുണ്ട്. RBI RD താമസിക്കുന്ന ക്വാർട്ടേഴ്സ് ഉണ്ട്. ചീഫ് സെക്രട്ടറി താമസിക്കുന്ന വീടുണ്ട്. ഒരുപാട് അങ്ങനെ പ്രശസ്തമായ കളക്ടർ താമസിക്കുന്നത് ഇവിടെ നിന്ന് കുറച്ചുകൂടെ പോകുമ്പോൾ വലതുവശത്താണ് കളക്ടർ താമസിക്കുന്നത്. അങ്ങനെ ഈ ബാങ്കിന്റെ ആവശ്യാർത്ഥം ഇവരുടെ എല്ലാ വസതികളിലേക്കും പോകാനുള്ള ഒരു ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് രാജവീതിയാണ്.
ഇത് ആദ്യമായിട്ട് RTO സ്ഥാപിച്ച എന്താ പറയുക സ്പീഡ് ഗവർണേഴ്സ് ആയിരിക്കാം നിങ്ങൾ ഇന്ന് കണ്ടത്. ഇത് പോകുന്നത് കവടിയാർ ജംഗ്ഷൻ വരെ പോവും. പോയിട്ട് തിരിച്ച് ശംഖുമുഖത്തേക്ക് പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആക്ച്വലി എനിക്ക് റൂട്ട് അറിഞ്ഞൂടാ. പെട്ടെന്നുള്ള ഒരു യാത്രയായിരുന്നു. ഇന്ന് രാവിലെ ആയിരുന്നു പ്ലാൻ ചെയ്തത്. ഒരുപാട് ദിവസമായിട്ട് ഇത് പ്ലാൻ ചെയ്യാൻ വേണ്ടി ഇരുന്നു. ഒരുപാട് കേരളം മുഴുക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് കേരളം മുഴുക്കെ എനിക്ക് കാണിക്കാൻ കഴിയുന്ന രീതിയിൽ ഞാൻ ഒരുപാട് യാത്രകൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. സഖ്യപർവ്വതത്തിന്റെ പല പല പ്രദേശങ്ങളിലും പോകുമെന്നാണ് എന്നെ എല്ലാവരും കളിയാക്കുന്നത്. ഓരോ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കവടിയാറുള്ള വിവേകാനന്ദ പാറയാണ്. സോറി, വിവേകാനന്ദ പാർക്കാണ്. പാറ എന്നാണ് എപ്പോഴും വരുന്നത്. അതിന് തൊട്ട് ഇടതുവശത്തായിട്ടാണ് അവരുടെ തിരുവിതാംകൂർ രാജവംശത്തിന്റെ ഇപ്പൊ നിലവിലുള്ള ആ, വസതിയുള്ളത്. ഇതാണ് കവടിയാർ ജംഗ്ഷൻ. വളരെ ആ, പാരമ്പര്യവും പ്രൗഢിയൊക്കെ ഉള്ള ഒരു പ്രദേശമാണ്. ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ, എന്താ പറയാ, അവര് ഇപ്പോൾ ജീവിക്കുന്ന ഒരു വസതി ആയതുകൊണ്ട് തന്നെ ഇതിനകത്തേക്കുള്ള പ്രവേശനമൊക്കെ നിയന്ത്രിച്ചിട്ടുണ്ട്. ഒരുപാട് സ്ഥലവും ഒരുപാട് എന്താ പറയാ, തിരുവനന്തപുരത്തിന്റെ മുഖ്യ സ്ഥലങ്ങളും പ്രധാനപ്പെട്ട പ്രദേശങ്ങളൊക്കെ അവരുടെ കയ്യിലാണിരുന്നത്. അടുത്ത് നമ്മൾ പോകുന്നത് ശംഖുമുഖത്തേക്കാണ്. ഇത് നമ്മുടെ ചാക്ക മേൽപ്പാലമാണ്. വളരെ അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്ത ഒരു മേൽപ്പാലം എന്ന് തന്നെ പറയാം. പക്ഷെ ഇവിടെ ഇപ്പോൾ ഒരുപാട് തിരുവനന്തപുരത്ത് മേൽപ്പാലങ്ങളും പാലങ്ങളും ഇല്ലാതെ ഈ 66 റോഡ് വളരെ എന്താ പറയാ, ആ ഒരു ഫങ്ഷനിങ് കംപ്ലീറ്റ് ആവാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരുവല്ലത്തൊന്നും പാലമില്ല. അങ്ങനെ നമ്മൾ എയർപോർട്ടിന്റെ ഭാഗമെത്തി. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് എയർപോർട്ട് ഇങ്ങനെ കാണുന്നത്. തിരുവനന്തപുരത്ത് ജനിച്ച് വളർന്നിട്ട് ഇത്രയും കാലമായിട്ട് ഇങ്ങനെ കണ്ടിട്ടേ ഇല്ല. ഇതിന്റെ ഓപ്പോസിറ്റ് നിന്നാൽ ഇങ്ങനെ റൺവേ കാണുന്ന ഒരു സ്ഥലമുണ്ട്. പക്ഷെ അവിടെ ഒരുപാട് മരങ്ങളൊക്കെ കൊണ്ട് മറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇത് മെയിൻ റൺവേ ആണ്. ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ അല്ലെങ്കിൽ എയർപോർട്ടിന്റെ മെയിൻ റൺവേ ആണ് കാണുന്നത്. ഒരു കോട നിറഞ്ഞു നിൽക്കുന്നു. ഒരു വൈകുന്നേരം ആയതുകൊണ്ട് ഞാൻ 3 മണിക്കുള്ളതാണ് എടുത്തത്. എന്നാലും ഒരു കടലിന്റെ തീരത്തോട് ചേർന്നിട്ടുള്ള ഒരു എയർപോർട്ടാണിത്. അതുകൊണ്ട് തന്നെ ഒരു വെതർ ഭയങ്കര ഒരു കോട നിറഞ്ഞു നിൽക്കുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ എയർപോർട്ടിന്റെ ഒരു കാഴ്ച ഞാൻ കാണുന്നത്. തിരുവനന്തപുരത്ത് സ്വദേശിയായിട്ടുള്ള ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. സത്യസന്ധമായിട്ട് കാര്യം പറയുന്നതാണ്. അപ്പം അതിൻ്റെ അടുത്ത് ഒരുപാട് നേരം സൂം ചെയ്ത് എടുക്കണ്ട എന്ന് ഇതിലെ കോർഡിനേറ്ററും കണ്ടക്ടറായ ആള് പറഞ്ഞു. ഇത് കെ ഷിഫ്റ്റിന്റെ സ്റ്റാഫുകളാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. പക്ഷെ എനിക്കത് എടുക്കാൻ പറ്റിയില്ല. പെട്ടെന്നാണ് ലാൻഡ് ചെയ്തത്. അങ്ങനെ എയർ ഇന്ത്യയുടെ ഒരു വിമാനം ലാൻഡ് ചെയ്തു പെട്ടെന്ന് നമ്മളെ കണ്ണൂരിൽ. അത് ഇങ്ങനെ ഇത് ഇങ്ങോട്ട് പോകുന്നത് എനിക്ക് തോന്നുന്നു ഡൊമസ്റ്റിക്കിലോട്ട് പോകുന്നതാണെന്ന് തോന്നുന്നു. അങ്ങോട്ട് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ അത് ഇന്റർനാഷണലിലോട്ട് പോകുന്നതാണ് തോന്നുന്നത്. അത് റൺവേ ഒന്നായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. രണ്ട് സൈഡിൽ രണ്ട് എന്താ പറയാ എയർപോർട്ടുകളായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇതാണ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ പാർക്കിംഗ് സ്പേസ് എന്നൊക്കെ അന്ന് വിചാരിക്കുന്നു. ഈ ഫ്ലൈറ്റ് പോകുന്നത് ഡൊമസ്റ്റിക് ഭാഗത്തേക്കാണ് പോകുന്നതെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തിന്റെ പ്രശസ്തമായ ലുലു മാളിലേക്കാണ്. ഈ ബസ്സിലുള്ള ഒരുപാട് പേര് ഈ ലുലു മാളിൽ ഇറങ്ങിയിട്ട് തിരിച്ച് സാധാ ബസ് പിടിച്ച് വരാനുള്ള പ്ലാനിനായിരുന്നു. ഇതാണ് നമ്മളെ NH66. ഈ പ്രദേശമൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് ഇവിടെ ഇപ്പം എന്താ പറയുക, തിരുവനന്തപുരത്തിന്റെ വികസനം ഫുൾ ഇവിടെ ഉള്ളതാണ് വരുന്നത്. ഇതാണ് ആക്കുളം കായൽ. ആക്കുളം വില്ലേജ് ബോട്ട് ക്ലബ്ബൊക്കെ ഉണ്ട്. അത് അവിടെ പോയി കഴിഞ്ഞാൽ ഈ കായലിലൂടെ നിങ്ങൾക്ക് ബോട്ട് സർവീസ് നടത്താവുന്നതാണ്. വളരെ അമ്പരചുംബികളായിട്ടുള്ള വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ ഫ്ലാറ്റുകളൊക്കെ വരുന്നത് ഈ കായലിന്റെ തീരത്താണ്. ഒരുപാട് ഫ്ലാറ്റ്സ് ഉണ്ട്. അത് പറയാം, ഭയങ്കര വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയൊരു നഗരമാണ് ഈ ആക്കുളം. എന്താ പറയാ, ലുലു മാളൊക്കെ വന്നതിന് ശേഷവും കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പൊക്കെ വന്നതിന് ശേഷം ഇവിടെ വളരെ എന്താ പറയാ അടിപൊളി ഒരു പ്രദേശമായിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്തിന്റെ ഏറ്റവും മുഖം മാറുന്ന ഒരു പ്രദേശമാണ് ഈ ആക്കുളം ഭാഗമൊക്കെ. ഇനി നമ്മൾ തിരികെയാണ് പോകുന്നത്. നമ്മുടെ യാത്ര ഇനി തിരിച്ചാണ് പോകുന്നത്. ഇവിടെ നിന്ന് യു ടേൺ അടിച്ച് തിരിച്ചു പോകും. ഈ ബസ് ഒരിടത്ത് നിർത്തി നമുക്ക് ഇറങ്ങാനുള്ള അവസരം തരുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അത് കാരണം തന്നെ ബസ്സിലുള്ള ആൾക്കാരെ ആരെയും പരിചയപ്പെടാനും കഴിഞ്ഞില്ല. എല്ലാവരും 1.25 മണിക്കൂറായതുകൊണ്ട് അവരവരുടെ സമയത്ത് തന്നെ അങ്ങ് ചെലവഴിച്ചിരിക്കുന്നു. ഞാനാണെങ്കിൽ പൊതുവെ ഇൻട്രോവേർട്ടായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരാളുമാണ്. നമ്മളെ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം വന്ന ഒരാളായതുകൊണ്ട് അങ്ങനെ ആരുടെ സംസാരിക്കാൻ പറ്റുന്നില്ല. എന്നാലും ബസ്സിലുള്ളവരെല്ലാവരൊക്കെ പാട്ടും ഡാൻസും മറ്റൊക്കെ എൻജോയ് ചെയ്ത് പോകുന്നുള്ളൊരു കാതാണ്. ഒരിടത്തും തന്നെ ഇറങ്ങാൻ കഴിഞ്ഞില്ല. ബസ്സിന്റെ പുറത്തിറങ്ങിയിട്ടുള്ള ബസ്സിന്റെ ഒരു ഫോട്ടോ എടുക്കണമെന്ന് വിചാരിച്ച് അതിന് പോലുമുള്ള അവസരം ഉണ്ടായില്ല. ഇതാണ് നമ്മൾ ആദ്യത്തെ ഒരു മാളെന്ന് പറയാം. ട്രാവൻകൂർ മാളെന്ന് പറയും. മലബാർ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ആണെന്ന് തോന്നുന്നു. എന്താ പറയാ, നമ്മൾ ആദ്യമായിട്ട് മാൾ കൾച്ചർ കാണിച്ചു തന്ന ഒരു സ്ഥലമാണ് ഇത്. അനന്തപുരി ഹോസ്പിറ്റലാണ്, ഒരു പ്രശസ്തമായ ഹോസ്പിറ്റലാണ്. ഈ ഹോസ്പിറ്റലിലൊക്കെ ഇപ്പം ഈ മേൽപ്പാലം വന്നപ്പം നമുക്ക് വളരെ വിസിബിളായിട്ട് ആശുപത്രിയിൽ ഏത് നിലയും കാണാവുന്ന ഒരു അവസരമായിരുന്നു. ഈ പാലം
നല്ലതാണ്. പക്ഷേ ഈ ഈഞ്ചക്കലിൽ വീണ്ടും ഒരു പുതിയ പാലം കിട്ടേണ്ടിയിരിക്കുന്നത്. ചാക്ക മേൽപ്പാലം ഇങ്ങനെ നല്ല ലെങ്തായിട്ട് വന്നിരിക്കുന്നതാണ്. ഇത് ഈ ബസ് ഇപ്പം തിരിച്ച് ഈഞ്ചക്കൽ വഴി ഈസ്റ്റ് പോർട്ട് വന്ന സ്ഥലത്ത് തന്നെ പോകാനാണ് ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. ആ, ഇത്രയും ഹൈറ്റ് മേൽപ്പാലവും ബസ്സിന്റെ അപ്പർ ഡക്കിൽ നിന്നുള്ള കാണൽ ഹൈറ്റ് ആകുമ്പോൾ വളരെ അടിപൊളി കാഴ്ചയാണ്. ഇത് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്, ഇത് കാണുന്ന ഒരു വ്യൂ എനിക്ക് പൂർണ്ണമായിട്ടും ഇതിൽ ഉൾക്കൊള്ളിച്ച് എനിക്ക് കാണിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഒരു ഡ്രോൺ ഷോട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു വ്യൂ ഭയങ്കരമായിരിക്കും. ഈ ബസ് പോകുമ്പം എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, വഴി പോകുന്നവരെല്ലാവരും നോക്കുന്നുണ്ട്. അത് BMW കാറിൽ പോകുന്ന ആൾ തൊട്ട് വളരെ M80 പോണ സ്കൂട്ടറിൽ പോകുന്ന ഒരാൾ വരെ ഈ ബസ്സിനെ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു കളറും അങ്ങനത്തെ ഒരു പാറ്റേണിലാണ് ഈ ബസ്. അത് അത്രയ്ക്ക് ആൾക്കാർ എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് കേരളത്തിലും അല്ലെങ്കിൽ തിരുവനന്തപുരത്തും ഉള്ളവരായിരുന്നാൽ പോലും മസ്റ്റ് ട്രൈ എന്ന് തന്നെ പറയും. എൻ്റെ ഒരു എക്സ്പീരിയൻസ്, നമ്മൾ ഇതൊക്കെ ഡെയിലി പോകുന്ന സ്ഥലങ്ങളായിരിക്കും, പക്ഷേ അതിൻ്റെ ഒരു പ്രത്യേകത വളരെ ഒരു പ്രത്യേക സംഭവമാണ്. ഈ മേൽപ്പാലം ഉദ്ഘാടനം ചെയ്തത് പൃഥ്വിരാജാണ്. മേയറും പൃഥ്വിരാജും ചേർന്നാണ് ഈ മേൽപ്പാലം ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നീളം കൂടിയ മേൽപ്പാലം അല്ലെങ്കിൽ എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിലാരും ഇപ്പം ഈ മേൽപ്പാലം യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. എല്ലാവരും റോഡ് മുറിച്ച് കിടക്കുന്നത് സീബ്ര ക്രോസ് വഴി തന്നെയാണ്. ഇത് യൂസ് ചെയ്യുന്നത് പകല് മാത്രമേ ഇതിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഈ മേൽപ്പാലത്തിൽ ആരെങ്കിലും ഉണ്ടായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ആരും ഇല്ല തന്നെയാണ്. പക്ഷേ അണ്ടർഗ്രൗണ്ട് പാസേജുകളൊക്കെ ആണെങ്കിൽ തൃശ്ശൂരിലൊക്കെ അണ്ടർഗ്രൗണ്ട് പാസേജ് ഉണ്ട്, നല്ല തിരക്കാണ്. പക്ഷെ ഇവിടെ അങ്ങനത്തെ ഒരു സംഭവം തിരുവനന്തപുരത്ത് ഇല്ല. എല്ലാം മേൽപ്പാലങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് ആരും തന്നെ കാൽനടയായിട്ട് മേളിലോട്ട് കയറത്തില്ല. 10-40 പടി കയറി ഇതിന്റെ മേളിൽ പോയിട്ട് വീണ്ടും 10-40 പടി കയറി താഴോട്ട് ഇറങ്ങാൻ ആരും ശ്രമിക്കുന്നില്ല. പോരാ തന്നെ ഈ ബസ് നോർത്ത് ബസ് സ്റ്റാൻഡിലാണ് സ്റ്റാർട്ട് ചെയ്യണത്, അവസാനിക്കുന്നത്. സാധാരണ ഇവരുടെ ഒരു ഓഫീസുണ്ട് ഇവിടെ നിന്ന് വലതുവശത്ത്, അവിടെ നിന്നായിരുന്നു BTC യാത്രകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു കൂടുതൽ യാത്രക്കാർ കാണട്ടെ എന്നുള്ള രീതിയിലായിരിക്കും ഈ നോർത്ത് സൈഡിൽ, അതായത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപത്തായിട്ടുള്ള ഒരു ബസ് സ്റ്റാൻഡാണ്. ഇവിടെ പ്രൈവറ്റ് ബസ്സുകൾക്ക് പ്രവേശനമില്ല എന്നൊക്കെ ഉള്ളൊരു സംഭവമാണ്. പക്ഷേ എന്താ പറയുക, ഇവിടെ നല്ല തിരക്കാണ്. ലുലു മാളിലോട്ടും മെഡിക്കൽ കോളേജിലോട്ടൊക്കെ പോകുന്ന ബസ്സുകൾ, അല്ലെങ്കിൽ കുറച്ചുകൂടി ദൂരോട്ട് പോകുന്ന ബസ്സുകൾ പിടിക്കുന്ന ഒരു സ്ഥലമാണ്. അതിൻ്റെ ഇടയിലാണ് ഒരു ടൂറിസം പോലത്തുള്ള ഒരു ബസ്സിന് പാർക്കിങ്. പക്ഷെ അവരുടെ ഐഡിയ എനിക്ക് തോന്നുന്നത് 10 ആള് കാണട്ടെ എന്നുള്ള രീതിയിലാണ്. അവരുടെ ഓഫീസുണ്ട് കുറച്ചുകൂടെ മാറി, ഈ ഒരു പമ്പൊക്കെ ഉണ്ട്. ആ പമ്പിന് പുറകുവശത്തായിട്ട് അവരുടെ KSRTC ഓഫീസായിരുന്നു. അവിടെ നിന്നിരുന്ന് ഞാൻ 2 യാത്രകൾ, BTC യാത്രകൾ പോയിട്ടുണ്ടായിരുന്നു. അതായത് വാഗമൺ, മൂന്നാർ, ഇടുക്കി യാത്ര പോയിട്ടുണ്ട്. ഗവി യാത്രയും ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. അപ്പോഴും രണ്ടും അവിടെ സ്റ്റാർട്ട് ചെയ്തത് അവിടെ നിന്നായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു ആള് കാണട്ടെ എന്നുള്ള രീതിയിലായിരിക്കാം അവർ ഇത്രയും തിരക്കുള്ള, വളരെ വളരെ തിരക്കുള്ള ഈ ഒരു പ്രദേശത്താണ് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും. ഞങ്ങൾ 3 മണിക്കുള്ള യാത്രയാണ് പോയത്. നമ്മൾ ഏതാണ്ട് 5 മണിയോളം ആയിട്ടുണ്ട്. 5 മണിക്ക് ഒരുപാട് പേര് കാത്തു നിൽക്കുകയാണ്. അവർ പറഞ്ഞ സമയത്തിനെക്കാട്ടി എനിക്ക് തോന്നുന്നു 10-25 മിനിറ്റ് താമസിച്ചായിരിക്കും ഈ ബസ് തിരിച്ച് റിട്ടേൺ വന്നത്. 2 ബസ്സുണ്ട്. ഇപ്പം എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യണമെന്നൊന്നും എനിക്കറിയത്തില്ല. നിങ്ങൾ ഓൺലൈൻ എൻ്റെ KSRTC നിയോ ആപ്പിൽ കയറി കഴിഞ്ഞാൽ ഈ ബസ്സിൻ്റെ യാത്രകൾ അറിയാം. ഈസ്റ്റ് പോർട്ട് സിറ്റി റൈഡ് എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ബസ്സിൻ്റെ ഇത് കിട്ടും, ടിക്കറ്റ് അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ള വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും ഭംഗിയായിട്ടുള്ള കാഴ്ചകൾ കാണാൻ കഴിയുന്നത് അപ്പർ ഡക്കിൽ തന്നെയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നവരെ അരുൺ രാജ് സൈനിങ് ഓഫ്.